ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ മിക്സഡ് ഷെഡ്യൂൾ ചെയ്യുമെന്നുള്ളത്. അതായത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോയുടെയും കൂടെ ഷെഡ്യൂൾ മിക്സ് ചെയ്തിട്ട് ചെയ്യാവൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് ആയിരിക്കും. പക്ഷെ അതിന് പിന്നിൽ ഞാൻ അതിൻ്റെ ഒരു 10 ഇരട്ടി സമയം എടുത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയിൽ പോലും ഇങ്ങനെ പറയാത്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒന്നും മെനക്കെടുത്തി കളഞ്ഞു കേട്ടോ. കാരണം ഈ ചാപ്റ്റേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ചൊക്കെ മറന്നു പോയായിരുന്നു. അപ്പോൾ കുറച്ച് PDF കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്ര പോർഷൻ വരെ അന്നത്തെ ദിവസം പറ്റുമോ അങ്ങനെയൊക്കെ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം കുറച്ച് നീണ്ടു പോയത് എനിക്ക് ഇവിടുത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം ഞങ്ങളുടെ 21 ബാച്ചിൻ്റെ യൂണിയനിൽ ഹോസ്റ്റൽ സെക്രട്ടറിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് മിക്സഡ് ഷെഡ്യൂളിലേക്ക് കിടക്കാം. ഈ ഷെഡ്യൂൾ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് December 18 തേഴ്സ്ഡേ മുതൽ നിങ്ങൾക്ക് എന്ന് വരെയാണ് കറക്റ്റ് 31 ജാനുവരി സാറ്റർഡേ കൊണ്ട് ഇത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒത്തിരി ശ്രമിച്ചേടാ. അതായത് ഇപ്പം 28 ജാനുവരിക്ക് മുന്നേ നിർത്താനായിട്ട്, പക്ഷെ നടക്കുന്നില്ല. കാരണം ഇത് അത്യാവശ്യം ഭയങ്കര വാസ്റ്റായിട്ടുള്ള സിലബസ് അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് 23-ാം തീയതി മുതൽ ക്രിസ്മസ് ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ക്ലാസ്സിന് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് വേറൊരു ഷെഡ്യൂളല്ലേ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. കാരണം ക്ലാസ്സിൻ്റെ സമയത്തൊന്നും നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പം ഈ 23rd മുന്നേ ആണ് ക്രിസ്മസ് ലീവ് സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 28 ജാനുവരി കൊണ്ട്, അതായത് മോഡൽ എക്സാമിന് മുന്നേ കൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്രയും ആ ഒരു 31 ജാനുവരി സാറ്റർഡേ വരെ എടുക്കുന്നുണ്ടടാ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്തായാലും ജാനുവരി കൊണ്ട് നിങ്ങൾക്ക് ഫുൾ പോർഷൻസ് കവർ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ഈ ഷെഡ്യൂൾ ഫോളോ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഷെഡ്യൂളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ December 18 തേഴ്സ്ഡേ നിങ്ങൾ 4:30 മുതൽ 6:30 വരെ ലിവിങ് വേൾഡ് പഠിക്കുക. അതായത് രാവിലെ ക്ലാസ് ഉള്ള ദിവസമാണല്ലോ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ 4:30 മുതൽ 6:30 വരെ ലിവിങ് വേൾഡ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് 5:30 മുതൽ 7 മണി വരെ ലിവിങ് വേൾഡ് പഠിക്കുക. അത് അത്യാവശ്യം ചെറിയ ചാപ്റ്ററാണ്. ഈ ഒരു സമയം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പഠിക്കുക കേട്ടോ. അതായത് 7 to 8 ഫുഡൊക്കെ കഴിച്ചിട്ട് 8 മണി മുതൽ 10:30 വരെ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പഠിക്കുക. ഇനി അടുത്ത 19th December ഫ്രൈഡേ നിങ്ങൾ 4:00 മുതൽ 6:30 വരെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചാപ്റ്ററാണ് കേട്ടോ. നിങ്ങൾ ഈ 1 4.5 മണിക്കൂർ കൊണ്ട് അത് പഠിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം December 18 ഒരു 2.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 19th ഇട്ടിട്ടുണ്ട് 2 മണിക്കൂർ. അങ്ങനെ ആ ഒരു 4.5 മണിക്കൂർ കൊണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ വൈകിട്ട് 5:30 മുതൽ 7 മണി വരെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വായിക്കുക. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് 8 മണി മുതൽ 10:30 വരെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെ വായിക്കുക. മാക്സിമം പെട്ടെന്ന് വായിച്ച് തീർക്കാനായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ മോഡൽ എക്സാമിന് ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം തിയറി നല്ല തറവായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും പെൻഡിങ് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പെൻഡിങ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു 8 to 10 കയറ്റിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ 20th December സാറ്റർഡേ നിങ്ങൾ 5:30 മുതൽ 7:30 വരെ 7 മണി വരെ സം ബേസിക് കൺസെപ്റ്റ് പഠിക്കുക. കാരണം സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ലീവ് ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ നിങ്ങൾ 5:30 എഴുന്നേറ്റാൽ മതി, 5:30 അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. സം ബേസിക് കൺസെപ്റ്റ് പഠിക്കുക. 8 to 12 സം ബേസിക് കൺസെപ്റ്റ് പഠിക്കുക. 1 മണി മുതൽ 4 മണി വരെ നിങ്ങൾ പ്ലാൻ കിങ്ഡം പഠിക്കുക. പിന്നെ 4 to 5 ബ്രേക്ക് എടുത്തിട്ട് ടീ ബ്രേക്ക് എടുത്തിട്ട് 5 to 7 നിങ്ങൾ പ്ലാൻ കിങ്ഡം പഠിക്കുക. പിന്നെ 7 to 8 ഫുഡിന് ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുക കേട്ടോ. പ്ലാൻ കിങ്ഡം അതോടുകൂടെ തീർക്കുക. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം. പിന്നെ 21 December സൺഡേ മുതലാണ് നിങ്ങൾക്ക് ക്രിസ്മസ് ലീവ് വരുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ഡേ ഷെഡ്യൂൾ ആയിരിക്കും കേട്ടോ. 5 മണി മുതൽ 8 മണി വരെ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 8 to 9. ഇപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറയുന്നത് 7 മണിക്കൊന്നും ആയിരിക്കത്തില്ലല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, 8 മണിയൊക്കെ ആവത്തില്ലേ. അപ്പോൾ 8 to 9 ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ട് 9 to 1 നിങ്ങൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 1 to 2 ലഞ്ചിന് എടുത്തിട്ട് 2 to 4 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുക. പിന്നെ 4 to 5 ടീ ബ്രേക്ക് എടുത്തിട്ട് 5 to 7 നോൺ കോഡേറ്റ് പഠിക്കുക കേട്ടോ. ഈ ഒരു 2 മണിക്കൂർ കൊണ്ട് എന്തായാലും നോൺ കോഡേറ്റ് ഫുള്ള് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ TNO4 വരെ പഠിക്കുക കേട്ടോ. പിന്നെ 7 to 8 നിങ്ങൾ ഡിന്നറിനൊരു ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ 22 December മൺഡേ 5 മണി മുതൽ 8 മണി വരെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തിന് മുന്നേ ഇത് തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള ടോപ്പിക്സ് കയറ്റി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതിൽ 9 to 1 വരെ, അതായത് 1 മണി വരെ മോഷനിനെ പ്ലെയിൻ പഠിക്കുക. പിന്നെ 1 to 2 ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് 2 to 4 നോൺ കോഡേറ്റ് പഠിക്കുക. ഹെമി കോഡേറ്റ് വരെ പഠിക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ
നമ്മൾ നേരത്തെ നോൺ കോഡേറ്റ് ടീനോഫോറ വരെ പഠിക്കാനാണ് പറഞ്ഞത്. ഇപ്പം നോൺ കോഡേറ്റ് നിങ്ങൾ എന്തുവരെ പഠിക്കുക, ഹെമികോഡേറ്റ് വരെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 5 to 7 5 to 7 നിങ്ങൾ പ്ലാൻ കിങ്ഡം പഠിക്കുക. അത് കഴിഞ്ഞ് 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 മോഷൻ്റെ പ്ലെയിൻ പഠിക്കുക. പിന്നെ 23 December ആയി ട്യൂസ്ഡേ, അത് നിങ്ങൾ 5 to 8 പ്ലാൻ കിങ്ഡം പെൻഡിങ് ആയിട്ടുള്ളത് പഠിക്കുക. 9 to 1 കെമിക്കൽ ബോണ്ടിങ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 2 to 4 കോഡേറ്റ് പഠിക്കുക. കോഡേറ്റേയും ഫുള്ള് തീരാൻ പറ്റത്തില്ല ആ ഒരു സമയം കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് ആംഫീബിയ വരെ പഠിക്കുക. പിന്നെ 4 മുതൽ 7 മണി വരെ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുക. 7 to 8 ഡിന്നർ ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 കോഡേറ്റയുടെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക. പിന്നെ 24th December വെനസ്ഡേ നിങ്ങൾ 4:30 മുതൽ, ഇനി നമ്മൾ അങ്ങോട്ട് കറക്റ്റ് 5 മണി വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് തീരുന്നില്ല. അപ്പം 4:30 മുതൽ 8 മണി വരെ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുക. 9 to 1 നിങ്ങൾ മോർഫോളജി പഠിക്കുക. അപ് ടു പാർട്സ് ഓഫ് ഫ്ലവർ, മറ്റേ ആൻഡ്രീഷ്യൻ ഗൈനീഷ്യ അവിടെ വരെ പഠിച്ചാൽ മതി. പിന്നെ 2 to 4 തെർമോഡൈനാമിക്സ് പഠിക്കുക. പിന്നെ ഒരു 4 to 4:30 ബ്രേക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത്, മറ്റേ 1 hour ബ്രേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ ഒക്കെ ആക്കിയിട്ടുണ്ട്. അന്നേരം 4:30 to 7 തെർമോഡൈനാമിക്സ് തന്നെ പഠിക്കുക. പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 മോർഫോളജി ബാക്കിയുള്ളത് പഠിക്കുക. മറ്റേ ഫാമിലി ഒക്കെ ഇല്ലേ, സൊളനേസി, അതൊക്കെ പഠിക്കാം. പിന്നെ 25th December ക്രിസ്മസ് ആയി തേഴ്സ്ഡേ. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരിത്തിരി പ്രശ്നമാവും. എന്നാൽ ഈ ഒരു വർഷത്തെ കാര്യമില്ലേടാ, മാക്സിമം നിങ്ങൾ നോക്കുക. 4:30 മുതൽ 8 മണി വരെ നിങ്ങൾ വർക്ക് എനർജി പവർ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 8 to 9 ബ്രേക്ക് എടുത്തിട്ട് 9 to 1 തെർമോഡൈനാമിക്സ് പഠിക്കുക. 1 to 2 ബ്രേക്ക് എടുത്തിട്ട് 2 to 4 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പഠിക്കുക. ഇപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അതിൽ അത്യാവശ്യം കട്ട് ഷോട്ടൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ എനിക്ക് അത്ര ഒരു ധാരണയില്ല. എന്നാലും ഞാനൊരു 4:30 to 7 കൂടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇട്ടിട്ടുണ്ട്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അത്യാവശ്യം ചെറുതാണെങ്കിൽ നിങ്ങൾ പെൻഡിങ് വരുന്നതൊക്കെ കയറ്റി പഠിക്കുക കേട്ടോ. 8 to 10 നിങ്ങൾ ഗ്രാവിറ്റേഷൻ പഠിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി, പക്ഷെ ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് വായിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. പിന്നെ മാത്രമല്ല ഞാൻ AM ഉം PM ഉം എഴുതിയിട്ടില്ല അതുകൊണ്ട്. പിന്നെ 26th December ഫ്രൈഡേ 4:30 മുതൽ 8 മണി വരെ നിങ്ങൾ ഗ്രാവിറ്റേഷൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 9 മണി മുതൽ 1 മണി വരെ റെഡോക്സ് പഠിക്കുക. പിന്നെ 1 to 2 ബ്രേക്ക് എടുത്തിട്ട് 2 to 4 ഗ്രാവിറ്റേഷൻ വീണ്ടും പഠിക്കുക. പിന്നെ 4 to 4:30 ബ്രേക്ക് എടുത്തിട്ട് 4:30 to 7 മണി വരെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 റിഡോക്സ് റിയാക്ഷൻ പഠിക്കുക കേട്ടോ. റിഡോക്സിനൊക്കെ ഞാൻ അവിടെ 3 മണിക്കൂറും ഇവിടെ 2.5 മണിക്കൂറും മൊത്തം 5.5 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. 27th December സാറ്റർഡേ നിങ്ങൾ 4:30 മുതൽ 8 മണി വരെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് പഠിക്കുക. പിന്നെ 8 to 9 ബ്രേക്ക് എടുത്തിട്ട് 9 to 1 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. പിന്നെ 1 to 2 ബ്രേക്ക് എടുത്തിട്ട് 2 to 4 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. പിന്നെ 4 to 4:30 ബ്രേക്ക് എടുത്തിട്ട് 4:30 to 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് പഠിക്കുക. പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 വീണ്ടും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കണ്ടിന്യൂ ചെയ്യുക. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഞാൻ അത്യാവശ്യം കൂടുതൽ സമയം ഇട്ടിട്ടുണ്ട്, കാരണം അത് അത്യാവശ്യം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി സമയമുള്ളെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പം 4:30 മുതൽ 8:30 വരെ ഇട്ടിട്ടുണ്ട്. അവിടെ തന്നെ ഒരു 3.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2.5 മണിക്കൂറുണ്ട്. മനസ്സിലായോ? അത്യാവശ്യം നല്ലൊരു ടൈം ഇട്ടിട്ടുണ്ട്. 3.5 + 2.5 + 2.5 ഉണ്ടേ. അപ്പോൾ 28th December സൺഡേ നിങ്ങൾ 4:30 മുതൽ 8 മണി വരെ പ്ലാൻ ഗ്രോത്ത് പഠിക്കുക. 8 to 9 ബ്രേക്ക് എടുത്തിട്ട് 9 to 1 P ബ്ലോക്ക് 13 ഉം 14 പഠിക്കുക. അതായത് ഫസ്റ്റ് ഇയറിലെ P ബ്ലോക്ക് പഠിക്കുക. പിന്നെ 2 to 4 ബയോമോളിക്യൂൾസ് പഠിക്കുക. 4 to 5 ബ്രേക്ക് എടുത്തിട്ട് 5 to 7 ബയോമോളിക്യൂൾസ് പഠിക്കുക. ബയോമോളിക്യൂൾസ് ഒക്കെ ഇപ്പോൾ കട്ട് ഷോട്ട് ചെയ്തപ്പോൾ ചെറുതായി ഇത്രയും ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ അനുസരിച്ച് പഠിക്കുക കേട്ടോ. 8 to 10:30 ഇക്വിലിബ്രിയം പഠിക്കുക. പിന്നെ 29 December Monday 4:30 to 8 നിങ്ങൾ സെല്ല് പഠിക്കുക കേട്ടോ. സെൽ സൈക്കിൾ അല്ല, സെല്ല്. പിന്നെ 9 to 1 വീണ്ടും ഇക്വിലിബ്രിയം കണ്ടിന്യൂ ചെയ്യുക. പിന്നെ 2 to 4 സോളിഡ്സ് പഠിക്കുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഇല്ലേ, അത് പഠിക്കുക. 5 to 9 സോളിഡ്സ് പഠിക്കുക. പിന്നെ 9 to 10:30 നിങ്ങൾ സെൽ സൈക്കിൾ പഠിക്കുക. സെൽ സൈക്കിളോട് കൂടി ഇപ്പോൾ ഞാൻ പറയട്ടെ, 5 to 9 ഞാൻ സോളിഡ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 5 to 8 സോളിഡ്സ് ഇട്ടിട്ട് 8 to 9 ബ്രേക്ക് എടുത്തിട്ട് 9 to 10:30 സെൽ സൈക്കിൾ പഠിക്കുക കേട്ടോ. പിന്നെ 13th December ട്യൂസ്ഡേ 4:30 to 6:30 നിങ്ങൾ സെൽ സൈക്കിൾ പഠിക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഒരു 6:45 മുതൽ 8 മണി വരെ ഫ്ലൂയിഡ്സ് പഠിക്കുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുക. പിന്നെ 8 to 9 ബ്രേക്ക് എടുത്തിട്ട് 9 to 1 വീണ്ടും ഫ്ലൂയിഡ്സ് പഠിക്കുക. പിന്നെ 1 to 2 ബ്രേക്ക് എടുത്തിട്ട് 2 to 4 ഫോട്ടോസിന്തസിസ് പഠിക്കുക. 4 to 5 ബ്രേക്ക് എടുത്തിട്ട് 5 to 8 ഫോട്ടോസിന്തസിസ് പഠിക്കുക. പിന്നെ വീണ്ടും 9 to 10:30 ബ്രീത്തിങ് പഠിക്കുക. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇല്ലേ, അത് ചെറിയൊരു ടോപ്പിക് അല്ലാതെ പഠിക്കുക. പിന്നെ 31 December വെനസ്ഡേ നിങ്ങൾ 4:30 to 6:30 വീണ്ടും ബ്രീത്തിങ് പഠിക്കുക. അതോടുകൂടി ഇത് തീരും. 5:30 to 7 ലോക്കോമോഷൻ പഠിക്കുക. 8 to 10:30 ലോക്കോമോഷൻ പഠിക്കുക. പിന്നെ 1st January ന്യൂ ഇയർ ആയി 4:30 to 6:30 നിങ്ങൾ ബോഡി ഫ്ലൂയിഡ്സ് പഠിക്കുക. പിന്നെ വൈകിട്ട് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് 31st വരെയല്ലേ ഉള്ളൂ ലീവ് ഇടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1st മുതൽ വീണ്ടും ബ്രില്യൻറ്റിലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. അതുകൊണ്ടാണ് ഈ 4:30 to 6:30 ബോഡി ഫ്ലൂയിഡ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിന് പോകും. അത് കഴിഞ്ഞിട്ട് 5:30 to 7 വീണ്ടും ബോഡി ഫ്ലൂയിഡ്സ് പഠിക്കുക. പിന്നെ 8 to 10:30 തെർമൽ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഇനി അടുത്ത 2nd January നിങ്ങൾ 4:30 to 6:30 എക്സ്ക്രീഷൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോയിട്ട് തിരിച്ച് വന്ന് 5:30 വൈകിട്ട് 5:30 മുതൽ 7 മണി വരെ എക്സ്ക്രീഷൻ പഠിക്കുക.
പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 11 തെർമൽ പ്രോപ്പർട്ടീസ് പഠിക്കുക. തെർമൽ പ്രോപ്പർട്ടീസ് നമ്മൾ 1-ാം തീയതി ഇട്ടിട്ടുണ്ട്, 2-ാം തീയതി ഇട്ടിട്ടുണ്ട്, അതോടുകൂടെ തീർക്കാം. പിന്നെ 3rd January സാറ്റർഡേ 5 to 7 നിങ്ങൾ കൈനറ്റിക് തിയറി പഠിക്കുക. പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 12 കൈനറ്റിക് തിയറിയും ഒന്നെങ്കിൽ ഓസിലേഷൻസോ അല്ലെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അതോ പഠിക്കുക. സാറ്റർഡേ ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ് 1 to 4 ഓസിലേഷൻ പഠിക്കുക. പിന്നെ 4 to 5 ഒരു ബ്രേക്ക് എടുത്തിട്ട് 5 to 7 ഓസിലേഷൻ പഠിക്കുക. ഓസിലേഷനൊക്കെ അത്യാവശ്യം ചെറുതാണ് റിലേറ്റീവ്ലി, അപ്പോൾ മാക്സിമം പെട്ടെന്ന് പഠിച്ച് തീർക്കാനായിട്ട് നോക്കാം. പിന്നെ അന്നത്തെ ദിവസം തന്നെ 8 മണി മുതൽ 10:30 വരെ പ്യൂരിഫിക്കേഷൻ പഠിക്കാം. മറ്റേ ക്രിസ്റ്റലൈസേഷൻ ആ ഒരു ചെറിയ ടോപ്പിക്കില്ലേ, അതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്തിരി 8:30 to 10:30 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം പെട്ടെന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ 4th January സൺഡേ നിങ്ങൾക്ക് വീക്ക്ലി എക്സാം ആയിരിക്കും. നിങ്ങൾ എന്തായാലും പഠിക്കാനൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ എന്ത് ഷെഡ്യൂൾ ഇട്ടാലും അത് ഫോളോ ചെയ്യാൻ പോകുന്നില്ല. ചിലവർ ഇനിയിപ്പോൾ വീക്ക്ലി എക്സാം സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ദിവസമൊക്കെ കയറ്റിയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 28-നുള്ളിൽ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വീക്കിലേക്കൊന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ആ ഉള്ളൊരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം ഒന്നും ഇടാത്തത്. അപ്പോൾ അങ്ങനെ 5th January മൺഡേ 4:30 to 6:30 നിങ്ങൾ എന്തായാലും രാവിലെ വീക്ക്ലി എക്സാമിനായിരിക്കും പഠിക്കുന്നത്. പിന്നെ 5:30 to 7 വേവ്സ് പഠിക്കുക. 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 വീണ്ടും വേവ്സ് പഠിക്കുക. പിന്നെ 6th January ട്യൂസ്ഡേ 4:30 to 6:30 വീണ്ടും വേവ്സ് പഠിക്കുക. വേവ്സിന് അത്രയും സമയം വേണമെന്ന് ഞാൻ ആലോചിച്ചത്, പക്ഷേ ചിലപ്പം ഓപ്പൺ വൈപ്പും ക്ലോസ്ഡ് വൈപ്പും ഒക്കെ നിങ്ങൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, അതുകൊണ്ടാണ് അത്രയും സമയം കൊടുത്തേക്കുന്നത്. പിന്നെ 5:30 to 7 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 നിങ്ങൾ ഹൈഡ്രോ കാർബൺസ് പഠിക്കുക. ഹൈഡ്രോ കാർബൺസ് കുറച്ചധികം ആളുകൾക്ക് ഭയങ്കര ടഫാണ് കേട്ടോ, അന്നേരം അതുകൊണ്ടാണ് ഇത്തിരി സമയം കൊടുത്തേക്കുന്നത്. പിന്നെ 7th January അതുപോലെ തന്നെ 4:30 to 6:30 ഹൈഡ്രോ കാർബൺസ് പഠിക്കുക. പിന്നെ വൈകിട്ട് 5:30 to 7 പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 നിങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. പിന്നെ 8th January തേഴ്സ്ഡേ 4:30 to 6:30 റെസ്പിറേഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. പിന്നെ 5:30 to 7 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 ന്യൂറൽ കൺട്രോൾ പഠിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ 9th January ഫ്രൈഡേ 4:30 to 6:30 കെമിക്കൽ കൺട്രോൾ പഠിക്കുക. 5:30 to 7 കെമിക്കൽ കൺട്രോൾ പഠിക്കുക. 8 to 10:30 നിങ്ങൾ നെയിമിംഗ് പഠിക്കുക, നോമൻക്ലേച്ചർ പഠിക്കുക. പിന്നുള്ളത് 10th January സാറ്റർഡേ ആണ്. 5 to 7 നെയിമിംഗ് പഠിക്കുക. 8 to 12 നെയിമിംഗ് പഠിക്കുക, കാരണം ലീവാണ്. 1 to 4 നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസം പഠിക്കുക. 5 to 7 റിയാക്ഷൻ മെക്കാനിസം പഠിക്കുക. ആ ഒരു സമയം കൊണ്ട് തീർക്കുക. പിന്നെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഗാനിക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കാം. 8 to 10:30 സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. പിന്നെ 11th January സൺഡേ ആണ്, നിങ്ങൾ വീക്ക്ലി എക്സാം ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ പഠിക്കുക. 12th January മൺഡേ 4:30 to 6:30 നിങ്ങൾ വീക്ക്ലി എക്സാമിനായിരിക്കും പഠിക്കുന്നത്. പിന്നെ 5:30 to 7 സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുക. അത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വായിച്ചാൽ പെട്ടെന്ന് ഓർമ്മയൊക്കെ നിൽക്കുന്ന സംഭവമാണ്. പിന്നെ 13th January പിന്നെ ആ ഒരു കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ഇപ്പം എന്താണ് പോളൻ ഗ്രെയിൻസ് എന്നാണോ മറ്റേ ഒവ്യൂള് ടു എൻ, അത് ആ ഒരു പാട്ടുണ്ടല്ലോ, അവിടെ മാത്രം ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. 13th January ട്യൂസ്ഡേ നിങ്ങൾ 4:30 to 6:30 പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കുക. പിന്നെ വൈകിട്ട് വന്നിട്ട് 5:30 to 7 ഒരു 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 സൊല്യൂഷൻസ് പഠിക്കുക, കെമിസ്ട്രി സൊല്യൂഷൻസ് പഠിക്കുക. പിന്നെ 14th January വെനസ്ഡേ 4:30 to 6:30 പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. 5:30 to 7 വൈകിട്ട് വന്നിട്ട് 5:30 to 7 പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുക. പിന്നെ 15th January തേഴ്സ്ഡേ 4:30 to 6:30 ഇലക്ട്രോ കെമിസ്ട്രി തന്നെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 5:30 to 7 ഒരു മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുക കേട്ടോ. പിന്നെ 16th January ഫ്രൈഡേ 4:30 to 6:30 ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. 5:30 to 7 നിങ്ങൾ മൈക്രോബ്സ് പഠിക്കുക, സെക്കൻഡ് ഇയറിലെ മൈക്രോബ്സ് പഠിക്കുക. പിന്നെ 8 to 10:30 ഡി ബ്ലോക്ക് പഠിക്കുക. ഡി ബ്ലോക്ക് ഒക്കെ അത്യാവശ്യം ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, പെട്ടെന്ന് തീരുന്ന ടോപ്പിക്കാണ്. പിന്നെ 7th January സാറ്റർഡേ 5 to 7 ഡി ബ്ലോക്ക് പഠിക്കുക. പിന്നെ 7 to 8:30 ഒരു ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് 1.5 മണിക്കൂർ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊരു ഇതൊക്കെ വേണമല്ലോ. 8:30 to 12 നിങ്ങൾ മൈക്രോബ്സും റീപ്രൊഡക്റ്റീവ് ഹെൽത്തൂടെ പഠിക്കാനായിട്ട് നോക്കുക, കാരണം മൈക്രോബ്സ് നമ്മൾ ഓൾറെഡി 1.5 മണിക്കൂർ വേറെ ഇട്ടിട്ടുണ്ട്, അപ്പം ഇതും റീപ്രൊഡക്റ്റീവ് ഹെൽത്തൂടെ നോക്കുക. അത് കഴിഞ്ഞിട്ട് 1 to 4 ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 സ്റ്റാർട്ട് ചെയ്യുക. 5 to 7 ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 തന്നെ കണ്ടിന്യൂ ചെയ്യുക. 8 to 10:30 ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ കയറ്റി പഠിക്കുക. 18th January സൺഡേ വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാങ്ക് ആക്കി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ 19th January മൺഡേ 4:30 to 6:30 വീക്ക്ലി എക്സാമിന് പഠിക്കുക. 5 to 7 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുക. 8 to 10:30 മൂവിംഗ് ചാർജ് പഠിക്കുക. പിന്നെ 20th January ട്യൂസ്ഡേ 4:30 to 6:30 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുക. 5 to 7 മൂവിംഗ് ചാർജ് പഠിക്കുക. 1 hour ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 മൂവിംഗ് ചാർജ് മാഗ്നറ്റിസം കൂടെ പഠിക്കുക. മാഗ്നറ്റിസം. പിന്നെ 21 January വെനസ്ഡേ 4:30 to 6:30 മാഗ്നറ്റിസം പഠിക്കുക. വൈകിട്ട് വന്നിട്ട് 5 to 7 മാഗ്നറ്റിസം പഠിക്കുക. 8 to 10:30 നിങ്ങൾ എഫ് ബ്ലോക്ക് പഠിക്കുക കേട്ടോ. പിന്നെ 22 January തേഴ്സ്ഡേ 4:30 to 6:30 നിങ്ങൾ എഫ് ബ്ലോക്ക് ബാക്കി പെൻഡിങ് ഉള്ളത് പഠിക്കുക. 5 to 7 കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുക. അതുപോലെ 8 to 10:30
കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുക, തീർക്കുക. 23 ജാനുവരി ഫ്രൈഡേ 4:30 to 6:30 ബയോടെക്നോളജി 1ഉം 5:30 to 7 ബയോടെക്നോളജി 1 തന്നെ കണ്ടിന്യൂ ചെയ്യുക വൈകിട്ട് വന്നിട്ട്. 8 to 10:30 കറണ്ട് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്യുക. 24 ജാനുവരി സാറ്റർഡേ 4:30 to 7 നിങ്ങൾ ബി ബ്ലോക്ക് 15 പഠിക്കുക. കാരണം നമ്മൾ ഓൾറെഡി 13ഉം 14ഉം ഫസ്റ്റ് ഇയർ പഠിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ. ഇനി 15 പഠിക്കുക. 8 to 12 കറണ്ട് ഇലക്ട്രിസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യുക. 1 to 4 കറണ്ട് ഇലക്ട്രിസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്തത് തീർക്കുക കേട്ടോ. 5 to 7 ബി ബ്ലോക്ക് 16 പഠിക്കുക. 8 to 10:30 ബയോടെക്കിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കുക. 25 ജാനുവരി സൺഡേ ആണെങ്കിൽ ഈ ഒരു സമയം, അതായത് 24 ജാനുവരി 26, 27 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം 28 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലീവ് ആയിരിക്കും ആ ഒരു ദിവസം ഫുൾ ഡേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെഡ്യൂൾ ഇട്ടേക്കുന്നത് കേട്ടോ. 25 ജാനുവരി സൺഡേ 4:30 to 7 EMI പഠിക്കുക. 8 to 12 മോളിക്കുലർ ബേസിസ് പഠിക്കുക. 1 to 4 മോളിക്കുലർ ബേസിസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, തീർക്കുക. പിന്നെ 5 to 7 EMI പഠിക്കുക. 8 to 10:30 EMI തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് AC കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4:30 to 7 പിറ്റേന്നത്തെ ദിവസം 26 ജാനുവരി മൺഡേ 4:30 to 7 AC പഠിക്കുക. എന്താണ് 1 hour ബ്രേക്ക് എടുത്തിട്ട് 8 to 10 AC പഠിക്കുക. 10 to 12 EM വേവ്സ് പഠിക്കുക. പിന്നെ ഒരു 1 to 10:30, അതായത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 10:30 മണി വരെ നിങ്ങൾ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഹാലോ ആൽക്കീൻസും അരിയൻസും പഠിക്കുക കേട്ടോ. പിന്നെ 27 ജാനുവരി ട്യൂസ്ഡേ 4:30 to 7 നിങ്ങൾ ബയോഡൈവേഴ്സിറ്റി പഠിക്കുക. ഈ ഒരു ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ തലേന്നായതുകൊണ്ട് ലീവ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 28 ജാനുവരി ആയിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാം എന്നാണ്. എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഞാൻ ഒരു ഏകദേശം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാട്ടോ പറയുന്നത്. 8 to 12 ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ പഠിക്കുക. 1 to 2 ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ പഠിക്കുക, തീർക്കുക. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്, ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പിന്നെ 2 to 4 ആൽക്കഹോൾ പഠിക്കുക. 4 to 5 ബ്രേക്ക് എടുത്തിട്ട് 5 to 7 ആൽക്കഹോൾ തന്നെ പഠിക്കുക. 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 10:30 ആൽക്കഹോൾ തന്നെ പഠിക്കുക. പിന്നെ 28 ജാനുവരി വെനസ്ഡേ 4:30 to 7 നിങ്ങൾ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. 7 to 8 ബ്രേക്ക് എടുത്തിട്ട് 8 to 12 എവല്യൂഷൻ തന്നെ പഠിക്കുക. എവല്യൂഷൻ ചിലപ്പോൾ തീരത്തില്ല, അതുകൊണ്ട് വേറെ ഇട്ടിട്ടുണ്ട്. 1 to 10:30, അതായത് 1 to 10:30 ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10:30 വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ ബയോപ്റ്റിക്സ് പഠിക്കുക, തീർക്കുക. പിന്നെ 29 ജാനുവരി തേഴ്സ്ഡേ 4:30 to 7 നിങ്ങൾ എവല്യൂഷൻ പഠിക്കുക. 8 to 12 വേവ് ഒപ്റ്റിക്സ് പഠിക്കുക. അതുപോലെ 1 to 2 വേവ് ഒപ്റ്റിക്സ് പഠിക്കുക, തീർക്കുക. പിന്നെ 2 to 10:30 ഇൻ്റർമീഡിയറ്റ് ബ്രേക്ക് എടുത്തിട്ട് ആൽഡിഹൈഡ്സ് പഠിച്ച് തീർക്കുക. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് പഠിച്ച് തീർക്കുക കേട്ടോ. എന്തായാലും ചിലപ്പോൾ കുറച്ചൊക്കെ പെൻഡിങ് വരുള്ളൂ. അതൊക്കെ നമുക്ക് മോഡൽ എക്സാമിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ 13 ജാനുവരി ഫ്രൈഡേ 4:30 to 7 നിങ്ങൾ ഡ്യുവൽ നേച്ചർ പഠിക്കുക. അത്യാവശ്യം ചെറിയ ചാപ്റ്ററാണ്, അതോടുകൂടി നിർത്തുക കേട്ടോ. 8 to 12 ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ പഠിക്കുക. 1 to 4 കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. 5 to 7 കെമിക്കൽ കൈനറ്റിക്സ് തന്നെ പഠിക്കുക. 8 to 10:30 നിങ്ങൾ ബയോമോളിക്യൂൾസ്, കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ് പഠിക്കുക. പിന്നെ 31 ജാനുവരി സാറ്റർഡേ ആകെ പെൻഡിംഗ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആണ്. 4:30 to 7, 7 to 8 നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് പഠിക്കുക. പിന്നെ ആ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് വരുമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് അരോചകമായിട്ട് തോന്നുവാണെങ്കിൽ മ്യൂട്ട് ചെയ്തോ കേട്ടോ. എന്തായാലും അവസാനം പറയുന്നതുകൊണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അത്ര ഉള്ളടാ, ടാറ്റ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇട്ട് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ശരിയാടാ, ടാറ്റ.